ഹായ് ഹലോ ലില്ലോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് പുല്ല് വരയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മോൾക്ക് ഒരൊറ്റ നിർബന്ധം, അമ്മയെ എനിക്കൊരു പുൽക്കൂട് ഉണ്ടാക്കി തരുമോയെന്ന്. അപ്പോൾ അങ്ങനെ പുല്ല് വരയ്ക്കാൻ പോണ സീനാണ് കാണുന്നത്. പുല്ല് വെച്ചാൽ നമ്മൾ സാധാരണ പുൽക്കൂടിന് ഉപയോഗിക്കാറ് വൈക്കോലല്ലേ. ആ വൈക്കോൽ ഇവിടെ എവിടെയും വലിച്ചെടുത്ത് കിട്ടാനില്ല കേട്ടോ. കിട്ടാനുണ്ട്, പക്ഷെ കുറച്ചങ്ങോട്ട് നടക്കണം. പക്ഷെ അത്രയും ദൂരം എനിക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ടും, നടക്കാൻ വയ്യാന്നല്ല, കുറച്ച് ലോങ്ങാണ്. അപ്പോൾ അത്രയും അങ്ങോട്ട് പോയി വരുമ്പോഴത്തേന് വീട്ടിലെത്താൻ ലേറ്റാവും, ഇരുടാവും. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ തട്ടി കൂട്ടിയിട്ടൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം കുറച്ച് പുല്ല് പറിക്കണം. വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പൊന്തൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ കുറച്ച് പുല്ല് ഉണങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അത് എടുക്കുന്ന സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എടുക്കുമ്പോൾ കയ്യിലേക്ക് കിട്ടണില്ല കേട്ടോ. കിട്ടുന്നുണ്ട്, പക്ഷെ എന്താ വെച്ചാൽ പൊടിഞ്ഞ് പോവാണ്. അത്യാവശ്യം നല്ല മുള്ളുണ്ടായിരുന്നു. കയ്യിലും കാലിലൊക്കെ മുള്ള് കൊണ്ടു. രാത്രി ഉറങ്ങണ വരെ അത് എടുക്കലായിരുന്നു പണി. മുകളിൽ ഞാൻ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട് കേട്ടോ. അവൻ ഇരുന്നിട്ട് പറയുകയാണ്, ഇന്ന് വീഡിയോ പുല്ലുകൊണ്ടാണോ ചേച്ചിന്ന്. അപ്പം പറഞ്ഞ ആടാ, മോൾക്ക് പുൽക്കൂട് ഉണ്ടാക്കുന്നത് വീഡിയോ ഇടാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ പോയിട്ടോ. അവൻ പറഞ്ഞു, ഞാൻ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, കാണാറൊക്കെ ഉണ്ട് കേട്ടോ പറഞ്ഞു. ആ ശരി പറഞ്ഞിട്ട് അവനങ്ങനെ പോയിട്ടോ. അങ്ങനെ എന്നിട്ട് പുല്ലൊക്കെ എടുത്ത് എനിക്ക് അത്യാവശ്യം ഇങ്ങോട്ട് പോകാൻ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. കാരണം ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ കയറാറില്ല. അത്യാവശ്യം ഒരു കുന്നിൻ്റെ ഒരു ചെരിവ് പോലെയാണ് ഇവിടെ. ഒരു എന്താ പറയുക, അത്യാവശ്യം ഇങ്ങനെ എൻ്റെ അപ്പുറത്തൊക്കെ കുറച്ച് ഗുഹ പോലെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടായിരിക്കും അധികം പോകാറില്ല. എനിക്ക് എൻ്റെ പുൽക്കൂട് കണ്ടിട്ട് എനിക്ക് തന്നെ ചെറിയ വരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ചെറിയൊരു പുൽക്കൂട്. കാരണം അവളെ എൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി ഒപ്പിച്ച ഒരു പുൽക്കൂടാണ്. അതിന് കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു. വല്ലാണ്ടൊന്നും കിട്ടിയില്ല, കാരണം ഒക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പോയിട്ടാണ് എല്ലാം വാങ്ങിച്ചത്. എല്ലാതില്ല, കുറച്ച് സാധനങ്ങളെ കിട്ടിയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരൊറ്റ സംഭവം എനിക്ക് കിട്ടിയില്ല. ഒരു 4-5 ഷോപ്പിൽ ഞാൻ പോയി ചോദിച്ചു, അവിടെ ഒന്നുമില്ല, ഒക്കെ തീർന്നെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ സ്റ്റാറൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പോന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പം കാണക്കായും രാത്രി ലൈറ്റൊക്കെ സെറ്റാക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മാതാവും പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അത് മാത്രം കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അങ്ങനെ ബാക്കിൽ വീഡിയോ എടുക്കണ എൻ്റെ ട്യൂഷൻ കുട്ടികളാണ് കേട്ടോ. ഒന്ന് സൻഹ, പിന്നെ ഒന്ന് മോൾട്ടി കേട്ടോ. സൻഹ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സ്റ്റാർ ഒരു 8-10 സ്റ്റാർ ആയിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവറിൻ്റെ പോലത്തെ ഒരു ഗിൽറ്റൊക്കെ വെച്ചിട്ടൊരു സംഭവം. പിന്നെ അത് ഒരു 3 മീറ്ററിൻ്റെ ഒരു LED ബൾബ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്യാപ്പ്, അവൾക്കുള്ള ക്യാപ്പ്. പിന്നെന്താണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനതിങ്ങനെ നോക്കി, അതിൻ്റെ ചിലതിനൊന്നും അതിന് കെട്ടില്ല കേട്ടോ. ലാസ്റ്റ് ഇതിങ്ങനെ വെച്ച് കെട്ടണമല്ലോ, അപ്പോൾ ചിലതിനൊന്നും കെട്ടില്ല. അപ്പോൾ ഞാനത് നോക്കണം കേട്ടോ, എത്രണ്ണത്തിന് ഉണ്ട് എന്നുള്ളത്. 2-3 ഉണ്ടായിരുന്നില്ല. അത് ഞാനവിടെ ഒപ്പിച്ച് കയറൊക്കെ വെച്ചിട്ട് ഒപ്പിച്ച് കെട്ടി. അങ്ങനെ അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവരോരോ കമൻറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഷോപ്പിൽ പോകുമ്പോഴോ അമ്മു ചേച്ചി ഇങ്ങനെ വീഡിയോ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ബാക്കിൽ നിന്നിട്ട് ഓരോന്ന് കാണിച്ചു തരും എനിക്ക് ചിരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഞാൻ ചിരിക്കില്ല അങ്ങനെ പറഞ്ഞിട്ട്. ഇതാണ് LED ബൾബ്, 3 മീറ്ററേ ഉള്ളൂ. പക്ഷെ എന്നാലും അത്യാവശ്യം ഏകദേശം കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും കെട്ടി വന്നപ്പോൾ ഒക്കെ സെറ്റായി. ഞാൻ ഉണ്ടാക്കിയ പുൽക്കൂടിന് ഓവറോൾ എല്ലാം കവറായിട്ട് നിന്നു ലൈറ്റ്. അപ്പോൾ സനയുടെ കൈ നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ വ്യൂ. മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ. രാത്രി നമ്മൾ ലൈറ്റൊക്കെ നിർത്തിയിട്ട് നോക്കിയ സമയത്ത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. കൊറോണ ഒക്കെ വരുന്നുണ്ട് എന്ന് വാർത്തയിലൊക്കെ കണ്ടു.
അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ബൈ, സീ യു.